നമസ്കാരം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഹമാസിനെ ആക്രമിക്കാൻ ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിന് ആയുധം കൈമാറുന്നു എന്നുള്ള ഒരു വാർത്ത. ഈ വാർത്ത കുറെ സുഡാപ്പി ഭീകരന്മാരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് തള്ളിമറിക്കുകയായിരുന്നു. നരേന്ദ്രമോദിക്ക് ഇസ്രായേലിനോടുള്ള താല്പര്യവും അതോടൊപ്പം തന്നെ ഹമാസിനോടുള്ള വെറുപ്പുമാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന്റെ അജണ്ട അത് ഇസ്രായേലിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചു നൽകുക എന്നുള്ള നയം തന്നെയാണ് എന്നുള്ളതാണ് ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇവര് ഈ പാർലമെന്റ് ഇലക്ഷൻ ടൈമിലൊക്കെ ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള പ്രചരണമാണ്, പ്രത്യേകിച്ചുള്ള ഒരു പ്രീണനത്തിന് അല്ലെങ്കിൽ ഒരു വെറുപ്പ് കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളിടയിൽ ഉണ്ടാക്കിയെടുക്കുക, തെറ്റിദ്ധാരണ, സാധാരണ മനുഷ്യന്മാരെ പച്ചക്ക് കൊല്ലുന്നതിനായിട്ട് ഇസ്രായേലിന് ഇത്രയ്ക്ക് വലിയ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നരാധവനാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലേക്ക് വലിയ രീതിയിലുള്ള കള്ളപ്രചരണം, തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഈ പറയുന്ന പോലെ ഇസ്രായേലിന് ആയുധം നൽകി എന്നുള്ള വാർത്ത വരികയാണ്. ഈ വാർത്ത അന്ന് പറഞ്ഞതും ശരിയാണ്. ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൈമാറുന്നുണ്ട്. അത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള കരാറാണ്. ഇപ്പോൾ വലിയ രീതിയിലൊരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം സിറിയ, അതോടൊപ്പം തന്നെ ലെബനോൻ, പാലസ്തീൻ, വെസ്റ്റ് ബാങ്ക്, ഇറാൻ, യമൻ അടക്കമുള്ള 6 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകളുമായിട്ടും അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ടും ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് തർക്കമില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആയുധങ്ങൾ, ഈ ആയുധങ്ങളുടെ 20% പെട്ടെന്നുണ്ടാകുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേലിന് കൈമാറണം എന്നുള്ള ഒരു കരാറുണ്ട്. ആ കരാർ കൃത്യമായിട്ട് ഇപ്പോൾ ഇന്ത്യ പാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ ആവേശകരമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഭീകരവാദികൾക്കെതിരെ ആര് എവിടെ പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്ന ആളുകളെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള നയം അത് ഇന്ത്യ തുടരുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതിൽ ഒരു വിഷമവുമില്ല. ഈ വിഷമമില്ലാത്തത് തന്നെയാണ് കൃത്യമായിട്ട് ആയുധങ്ങൾ കൈമാറുന്നത്. ഇപ്പോൾ ഫ്രാൻസ് ഒരു ഡയലോഗ് ഇറക്കിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് നിർത്തിവെക്കണം എന്നുള്ളതാണ്. ആരൊക്കെ ആയുധം കൊടുക്കുന്നുണ്ട് അവരെല്ലാവരും നിർത്തണമെന്നാണ്. അപ്പോൾ തന്നെ ലെബനോനിലെ ഈ ഫ്രാൻസിന്റെ ഒരു പെട്രോളിയം കേന്ദ്രത്തിന് നേരെ, ഗ്യാസ് കേന്ദ്രത്തിന് നേരെ വലിയ രീതിയിലൊരു വ്യോമാക്രമണം നടത്തിയിട്ട് ഇത് എന്താണ് ഞങ്ങൾ എന്നുള്ളത് ഇസ്രായേൽ ഫ്രാൻസിന് പോലും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരുടെ ഭാഗത്തു നിന്നെല്ലാം പിന്തുണ സ്വീകരിക്കാൻ പറ്റുമോ അത് ഇന്ത്യ കൊടുക്കുന്നുണ്ടോ, അത് ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിലേക്ക് ഇസ്രായേൽ അത് കൃത്യമായിട്ട് കൈപ്പറ്റുന്നുണ്ട്. കരാറാണത്. അമേരിക്കയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് അവർ ആദ്യം ആക്രമിക്കേണ്ടതെന്ന്. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഈ പറയുന്ന ഇറാനെ പോലെയുള്ള ഒരു രാജ്യം ഇവിടെ സുരക്ഷിതമായിട്ട് ഈ ആണവ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി പോകുന്ന കഴിഞ്ഞാൽ ഇതെല്ലാം ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും. അപ്പോൾ ഹിസ്ബുള്ള പോലെയുള്ള ഒരു ഭീകരവാദ സംഘടനയ്ക്ക് ഇതുപോലെയുള്ള ആണവായുധങ്ങൾ കൈമാറാൻ ഇറാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ രീതിയിലുള്ള ഒരു നാശത്തിലേക്ക് പശ്ചിമേഷ്യ മാറുമെന്നുള്ള തർക്കമില്ല. പ്രത്യേകിച്ച് ഇറാനെ പോലെയുള്ള ടെക്നോളജി വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഭീകരവാദികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുന്ന ഒരു സംവിധാനം തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പൂർണ്ണമായിട്ടും ഭീകരവാദികളെ തുടച്ചു നീക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇസ്രായേൽ 1% പോലും പുറകോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇറാന്റെ ആത്മീയ നേതാവായിട്ടുള്ള ഖുമൈനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അലറിക്കരഞ്ഞുകൊണ്ടാണ് ഈ ഖുമൈനി പറഞ്ഞത്, തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിച്ചതിൻ്റെ പേരിലാണ് ഇസ്രായേലിന് ഒരു ചെറിയ ശിക്ഷ കൊടുത്തത്. അതുകൊണ്ട് ഈ ശിക്ഷ ഇനി തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇറാനൊപ്പം നിന്ന് ഒരു പൊതു ശത്രുവിനെ നേരിടാൻ തയ്യാറാകണം. എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇറാനൊപ്പം നിൽക്കണമെന്നാണ് ഈ ഷിയ നേതാവായിട്ടുള്ള ഖുമൈനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഖുമൈനിയെ സംബന്ധിച്ച് കരച്ചിലാണ്. കാരണം അവർക്കറിയാം ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. വ്യക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. അത് അവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കുമെന്നുള്ളതും അവർക്കറിയാം. അപ്പോൾ വർഷങ്ങളായിട്ട് ഭീകരവാദ ഗ്രൂപ്പുകളെ പാലൂട്ടി വളർത്തുന്ന ഇതുപോലെയുള്ള ഷിയ സംഘടനാ നേതാക്കന്മാരെയും ഇറാന്റെ പ്രധാനപ്പെട്ട തലവന്മാരെയും എല്ലാം ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അത് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ ഭീകരവാദ സംഘടനകളെ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം പാലൂട്ടി വളർത്തിയത്
ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഹിസ്ബുള്ള ആരാണ്? ഹിസ്ബുള്ള ഒരു ഷിയ ഭീകരവാദ പ്രസ്ഥാനമാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സൗദി അറേബ്യ അടക്കമുള്ള സുന്നി രാഷ്ട്രങ്ങളെ നശിപ്പിക്കുക, ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു പരിധി വരെ ഹൂത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സൗദി അറേബ്യ, അപ്പോൾ ഈ ഹൂത്തികളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം സൗദി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സുന്നി രാഷ്ട്രങ്ങൾക്കെതിരെ ഈ ഭീകരവാദ ഗ്രൂപ്പുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന ഷിയ രാഷ്ട്രം പരിശ്രമിച്ചിട്ടുള്ളത്. ഇവരുടെ ആദ്യത്തെ ശത്രു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇസ്രായേലിനെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റും, ഇവരെ നശിപ്പിക്കുക എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഭാവിയിൽ ഇവർ തമ്മിലുള്ള യുദ്ധമാണ്. ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ ശക്തമായിട്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ പല ഘട്ടങ്ങളിലായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളതിൽ തർക്കമില്ല. ആ ഇറാനെ കൃത്യമായിട്ട് നേരിടുന്ന രീതികൾ പൂർണ്ണമായിട്ടും ലോകത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. തർക്കമില്ല, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏത് നിമിഷവും അത് ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആശങ്കയിലാണ് ലോകം. കാരണം അവരുടെ ആണവോർജ കേന്ദ്രം, അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ പെട്രോളിയം അല്ലെങ്കിൽ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ, എണ്ണ കിണറുകൾ ഇതെല്ലാം ആക്രമിച്ച് നശിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി ഇസ്രായേലിനെതിരെ മുന്നോട്ട് വന്ന് 150ഓളം മിസൈലുകളാണ് വിട്ടത്. പക്ഷേ ഇതിൽ ഒരെണ്ണം പോലും താഴെ വീണ് പൊട്ടിയിട്ടില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായിട്ടുള്ള അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കലാപരിപാടി അവരവിടെ നടത്തിയിരിക്കുന്നു. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളുടെ 90% ഇസ്രായേൽ പതിച്ചു എന്നും. ആ 90% ആയുധങ്ങൾ പതിച്ചു കഴിഞ്ഞാൽ ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരം ഇന്ന് ഉണ്ടാകുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതുപോലെയുള്ള ആയുധങ്ങളാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇതിലൊന്നും കുലുങ്ങാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് തർക്കമില്ല. അവരത് വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ്, ഇറാനെതിരെയുള്ള ശിക്ഷ ഞങ്ങൾ നല്ല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ വീണ്ടും ഇതുപോലെ ആയുധങ്ങൾ കൈമാറുന്നതിനായിട്ട് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയാം, ഭീകരവാദ ഗ്രൂപ്പുകളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, പരിശീലനങ്ങൾ അതെല്ലാം നടത്തുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യം സുരക്ഷിതമായിരിക്കണം. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകൾ കൃത്യമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആയുധ കരാറുകൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും വലിയ ഒരു തരത്തിൽ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദേശീയവാദികളെ സംബന്ധിച്ച്, രാഷ്ട്രവാദികളെ സംബന്ധിച്ച് വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഭീകരവാദ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പോലും ഒരു ആയുധം ഇസ്രായേലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഈ ഭീകരവിരുദ്ധ ആശയങ്ങൾ അത് കൃത്യവും വ്യക്തമായിട്ട് നടപ്പിലാക്കാൻ ഓരോ സമയത്തും നമ്മുടെ ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങൾക്കും അത് ഒരുപോലെ ചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇസ്രായേൽ കൃത്യമായിട്ട് ഹിസ്ബുള്ളയെയും ഹമാസിനെയും നേരിടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് പോലുമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ തർക്കമില്ല.